Hello all, welcome to another video. ഇതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ തന്നെ ഒരു ട്യൂട്ടോറിയലാണ്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് മാപ്പിങ്ങിനെ പറ്റിയാണ്. മാപ്പിംഗ് അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിംഗ്. ഇതിൻ്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഫോട്ടോസിലെ ഇപ്പോൾ ഒരാൾക്കൊരു വൈറ്റ് ഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വൈറ്റ് ടീഷർട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ പില്ലോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കവറ് നമുക്ക് ഫോട്ടോഷോപ്പിൽ തന്നെ ഒരു വിഷ്വലി കറക്റ്റ് ഒരു എങ്ങനെയാണ് ഒറിജിനലി വരുന്നത് അതുപോലെ പ്രിൻ്റഡ് ആയിട്ട് വരുന്നത് എങ്ങനെയാണോ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. ഇതിന് മാത്രമല്ല പലതരം യൂസിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ടീഷർട്ട് ഇട്ട ഒരു ഫോട്ടോ, വൈറ്റ് ടീഷർട്ടുള്ള ഫോട്ടോയിൽ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ 2 തരം ലോഗോ അഥവാ ഏതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോയും ഒരു കളർ ലോഗോവും എങ്ങനെ നമുക്കിതിലോട്ട് പ്രിൻ്റ് ചെയ്ത രീതിയിൽ എങ്ങനെ നമുക്കിതിനെ മാപ്പ് ചെയ്യാം എന്നുള്ളതാണ്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഏതാണ് നമ്മളുടെ ഔട്ട്പുട്ട് ഇമേജ് എന്ന്. അപ്പോൾ ആ ഇമേജിനെ നമ്മൾ ആദ്യം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓപ്പൺ ചെയ്യുക, ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഇമേജ് ഇതിലോട്ട് ഇമ്പോർട്ടഡ് ആയിട്ടിരിക്കും. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ടെക്നിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിംഗ് ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പാണ് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ ഇമേജിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പായി. ഓക്കെ, സോ ഫസ്റ്റ് ഇതിനെ എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം? ഫയൽ, എഡിറ്റ്, ഇമേജ്, അങ്ങനെ ആ ഒരു ടൂൾ ബാറിൽ ഇമേജിൽ പോവുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. അതിൽ തന്നെ താഴോട്ട് പോകുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ പറ്റും. Alt+Shift+Ctrl+B ഇതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ നമ്മൾ അതടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ വാല്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഓക്കെ അടിക്കാം, ഇഗ്നോർ ഇറ്റ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കിട്ടി. ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഫയലായിട്ട് തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. ഫോട്ടോഷോപ്പ് ഫയലായിട്ട് തന്നെ സേവ് ചെയ്താൽ മാത്രമേ അതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പായിട്ട് റീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫയൽ, സേവ് ആസ്, അല്ലെങ്കിൽ Ctrl+Shift+S, സേവ് ആസ് JPEG എന്നായിരിക്കും യൂഷ്വലി കിടക്കുന്നത്. ഫോട്ടോഷോപ്പ് ഫയൽ ആണെന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് പേര് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് എന്നിടാം. ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് സേവ് ചെയ്തു. ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കുക. ഇനി ആ ഇമേജ് ഒന്നും കൂടെ ഇമ്പോർട്ട് ചെയ്യുക. കാര്യം നമ്മൾ ഇനിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ചെയ്യാൻ പോകുന്നത്. ഇമേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പം ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടതിൽ നമുക്ക് 2 ലോഗോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഒരു ലോഗോ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കളർ, ഒരു ബ്ലൂ കളറിലാണ് വന്നിരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ, നമ്മളുടെ ഇമേജ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ 2 ലോഗോ ഇമ്പോർട്ട് ചെയ്യുക, ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിംഗ് ചെയ്യുക, തീർന്നു, പരിപാടി തീർന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇമേജ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഗോ 2 ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. 2 ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. കൊണ്ടിടുമ്പോൾ തന്നെ അപ്ലൈ ആവത്തില്ല, അപ്പോഴും എൻ്റർ അടിച്ചാൽ മതി. എന്നിട്ട് ആദ്യം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലോഗോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിനെ പൊസിഷൻ ചെയ്യുക പ്രോപ്പറായിട്ട്. മൂവ് ടൂൾ എടുക്കുക, ഈ ലെയർ ക്ലിക്ക് ചെയ്യുക. ഈ ലെയറിൻ്റെ ബാർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അതുണ്ട്. അത് ഹെൽപ്പ് വിൻഡോ അങ്ങനെ കിടക്കുന്നതിൽ വിൻഡോയിൽ ഇവിടെ താഴെ ലെയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ F7 അടിച്ചാലും മതി. ലെയേഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലെയേഴ്സ് വിസിബിൾ ആയിരിക്കും. ഈ ലെയർ ക്ലിക്ക് ചെയ്യുക. ഈ ലെയറിന് നമുക്ക് പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊന്നും കൊടുക്കാം. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയറിൻ്റെ പേര് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നോക്കാം. നമുക്ക് ലെയറിൻ്റെ അകത്ത് പോയിട്ട് പേര് എഴുതി വെച്ചിരിക്കുന്ന നെയിം അവിടെ ഉള്ള സ്ഥലത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, ഫിനിഷ്. അത്രേ ഉള്ളൂ പേര് മാറ്റാൻ. ഇതുപോലെ ഇതിന് മുകളിലത്തെ ലോഗോയ്ക്ക് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക, കളർന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോ ഉണ്ട്, ഇത് നമുക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ മൂവ് ടൂള്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോ ഇതിനെ കൊണ്ട് നമുക്ക് കുറച്ച് താഴോട്ട് പ്ലേസ് ചെയ്യാം. അതിന് ഞാൻ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മൗസ് സ്ക്രോൾ അപ്പ് സ്ക്രോൾ ഡൗൺ ചെയ്താൽ മതി, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് അല്ല, സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യാൻ പാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ അമക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുകൊണ്ട് പ്ലേസ് ചെയ്തു. പക്ഷേ നമുക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഈ ലെയർ തന്നെ ക്ലിക്ക്ഡ് ആണോ നോക്കുക, Ctrl+T. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോം വരും. ട്രാൻസ്ഫോമിൽ നമുക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കോർണർ പിടിച്ച് വലിക്കുമ്പോൾ അത് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കില്ല. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂവ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചെയിൻ ലിങ്കിൻ്റെ ഒരു പടം കാണാം. ഈ ചെയിൻ ലിങ്കിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ തന്നെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവ് ചെയ്യാനല്ല, റീസൈസ് ചെയ്യാൻ പറ്റും പ്രൊപ്പോർഷണലായിട്ട്. ഇനി അതിനെ നേരെ തിരിച്ച് എന്താ പ്രൊപ്പോർഷണലായിട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ഓപ്പൺ ആണെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇതിന് ഞാൻ റീസൈസ് ചെയ്യുന്നു. റീസൈസ് ചെയ്തതിന് ശേഷം എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ അത് ട്രാൻസ്ഫോമായി അവിടെ പ്ലേസ്ഡായി. പക്ഷേ ഇത് പ്രിൻ്റഡ് ആയിട്ട് ഒന്നും തോന്നുന്നതേ ഇല്ല. കാര്യം എന്താണ്, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് സെറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഒരു വിധം ഇതിനെ എത്തിക്കാൻ പറ്റും. ഇവിടെ സൈഡിൽ ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഉണ്ട്. ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ ചെയ്താൽ മതി. പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പ്രിൻ്റഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. കാര്യം ഇത് നമ്മൾ ഡിസ്റ്റോർഷൻ വഴിയാണ് ചെയ്യുന്നത്. ഡിസ്റ്റോർഷൻ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ പിക്സൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുമ്പോൾ ഒരു പ്രിൻ്റഡ് വൈബ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ചെയ്യാം? നമ്മൾ ലെയർ ഉണ്ടോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണം. ലെയർ ക്ലിക്ക്ഡ് ആണ്. ഫിൽറ്ററിൽ പോവുക. നമ്മൾ നേരത്തെ വിൻഡോ ഇമേജ് ആ ഒരു ഇതെടുത്തതിൻ്റെ സൈഡിലോട്ട് നമുക്ക് നോക്കുമ്പോൾ ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡിസ്റ്റോർഷനാണ്. അപ്പോൾ ഡിസ്റ്റോർട്ട് എന്ന് പറഞ്ഞത് 3D ബ്ലർ ഗാലറി, എൻ്റെ തൊട്ട് താഴെ ഡിസ്റ്റോർട്ട് ഉണ്ട്. ഡിസ്റ്റോർട്ടിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ നടക്കുന്നത് ഡിസ്പ്ലേസ് ആണ്. ഡിസ്പ്ലേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹൊറിസോണ്ടൽ സ്കെയിൽ വെർട്ടിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 എന്ന് യൂഷ്വലി കിടക്കുന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് അതിൽ തന്നെ വർക്ക് ചെയ്യാം. അത് പോരാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 15 വാല്യൂസ് മാറ്റിയിട്ടാൽ മതി. ഓക്കെ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആദ്യമേ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഫോട്ടോഷോപ്പ് ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് എന്ന് ഞാൻ തന്നെ സേവ് ചെയ്തിരുന്നത്. അതിനെ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു മൂവ്മെൻറ്റ് സംഭവിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ സംഭവിച്ചത്. കാര്യം ഒരുപാട് റിങ്കിൾസ് ഒന്നും ആ ഒരു ടീഷർട്ടിലില്ല. ഒരുപാട് പാറ്റേൺസ് ഒന്നും ആ ഷർട്ടിൽ വരുന്നില്ല. ഒരുപാട് ബമ്പ് അങ്ങനത്തെ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വലിയ വേരിയേഷൻ ഇവിടെ വരാത്തത്. ഒരുപാട് ബമ്പ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചാക്കിൻ്റെ ഒരു ഇമേജൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊരുപാട് വ്യത്യാസങ്ങൾ വരും. അതിനനുസരിച്ച് ഈ പാറ്റേണും മാറും. അപ്പോൾ ഇതിൽ ചെറിയൊരു തോതിൽ ആ പാറ്റേൺ മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് പെട്ടെന്ന് വിസിബിൾ ആവാത്തതുകൊണ്ടാണ്. നോർമൽ ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോഴും നമുക്ക് ആക്ച്വലി അത് ആ ഒരു പ്രിൻ്റഡ് വൈബ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് ബ്ലെൻഡിങ് മോഡ് നമ്മൾ മാറ്റി നോക്കിയാൽ മതി. നോർമലിൽ കിടക്കുന്നത് ഇപ്പോൾ ലെയേഴ്സിൽ മുകളിൽ പോകുമ്പോൾ ലോക്കിൻ്റെയൊക്കെ മുകളിലായിട്ട് നോർമൽ കിടപ്പുണ്ടാവും. ഈ നോർമലിൽ ഡിസോൾവ്, ഡാർക്കൻ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ, കളർ ബേൺ, ലീനിയർ ബേൺ അങ്ങനെ അടിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഡാർക്കർ കളറ് ലീനിയർ ബേൺ കുറച്ച് ഡാർക്കാണ്. കളർ ബേൺ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇതിപ്പോൾ പ്രിൻ്റഡ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് ട്വീക്ക് ചെയ്ത് നോക്കാം. ഒപ്പാസിറ്റി കുറച്ചൊന്ന് ട്വീക്ക് ചെയ്ത് നോക്കിയാൽ കൊള്ളാം. അപ്പോൾ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ഇതുണ്ടോ, ആ ഒരു ടെക്സ്ചറിനനുസരിച്ച് അവിടെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിൻ്റെ ഗുണം എന്ന് പറയുന്നത്. സാധാരണ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിങ്ങനെ വളഞ്ഞ് വെളിയിലോട്ട് വരുന്നത്, ഇങ്ങനെ പുറത്തുനിന്ന് അകത്തോട്ട് പോകുന്ന ആ ഒരു കർവിനനുസരിച്ച് തന്നെ ഇത് പുള്ളിക്കാരൻ ഈ ലോഗോ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ കളർ ലോഗോയും ചെയ്യാം. കളർ ലോഗോയിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബ്ലാക്കിൽ ഒരു യെല്ലോയിഷ് ടോണുള്ള ഒരു ലോഗോ ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് അത് വേണ്ട, എനിക്ക് നേരെ ഇതിൻ്റെ ഇൻവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻവേർട്ട് ചെയ്യുന്നത് എങ്ങനെ, ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, Ctrl
ഐ അടിക്കുക. കൺട്രോൾ ഐ അടിക്കുമ്പോൾ ഇൻവേർട്ട് ആവും. ആക്ച്വലി അതിൻ്റെ ഉള്ള കളറിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഇൻവേർട്ടഡ് കളർ വരും. അതിനെയും ഞാൻ ഇതേപോലെ കൺട്രോൾ ടി അടിച്ച് റീസൈസ് ചെയ്യുക, പ്ലേസ് ചെയ്യുക പ്രോപ്പറായിട്ട് എവിടെയാണ് എനിക്ക് വെക്കേണ്ടതെന്നുള്ളത്. പ്ലേസ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫിൽറ്റർ, ഡിസ്റ്റോർട്ട്, ഡിസ്പ്ലേസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇതേ സെയിം സാധനം തന്നെയാണ് നേരത്തെ ചെയ്ത അതേ ഡിസ്റ്റോർഷൻ, സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ തൊട്ട് മുകളിൽ മുമ്പ് ചെയ്ത അതേ ഓപ്ഷൻ ഇവിടെ മുകളിൽ ഫിൽറ്ററിന് തൊട്ട് താഴെയായിട്ട് ഡിസ്പ്ലേസ് എന്ന് എഴുതിയിട്ടുള്ളത് കാണും. എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ചെയ്ത ഓപ്പറേഷൻ ഏതാണോ അതാണ് സെയിം സെറ്റിങ്സ്. അത് ക്ലിക്ക് ചെയ്താൽ മതി, ഈസിയാണ്. ഹൊറിസോണ്ടൽ, അതെ, ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ഓപ്പൺ. ഇപ്പോൾ അതവിടെ സെറ്റായതിനു ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ നോർമൽ ബ്ലെൻഡ് മോഡ് മാറ്റിയിട്ട് കളർ ബേൺ ആകുമ്പോൾ ഒരു കളർ ബേൺ ചെയ്തപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീലുണ്ട് അല്ലേ? ആ ഒരു ഷേപ്പ് അതിനനുസരിച്ച് മാറുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ചെയ്ത രണ്ട് പ്രോസസ്സും സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ രണ്ടും കളറിനും ബ്ലാക്ക് ആൻഡ് വൈറ്റിനും ഇത് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പിംഗ്. പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്ലോത്ത് മെറ്റീരിയൽ ആയാലും അല്ലാത്ത മെറ്റീരിയൽസ് ആയാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഭിത്തിക്കകത്ത് പ്രിൻറ്റ് ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു ചാക്കിൽ പ്രിൻറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ സൈഡിൽ പ്രിൻറ്റ് ചെയ്യുന്ന പോലെ, അതിനൊക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഏറ്റവും ഈസി എന്ന് മാത്രമല്ല, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡും കൂടിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ഫാഷൻ ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ്. പക്ഷേ ഈ ടെക്നിക്ക് പലതരം അതർ യൂസസും ഉണ്ട്. ഈ വാളിൽ ഗ്രാഫിറ്റി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ പില്ലോന് കവർ ഡിസൈൻ ചെയ്യുമ്പോഴോ, അങ്ങനത്തെ പലതരം യൂസസ് ഈ ടെക്നിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും. സോ ഡു എക്സ്പ്ലോർ ദിസ് ടെക്നിക്ക്. ഫോട്ടോ റീടച്ചിൻ്റെ പ്രോസസ് വീഡിയോസ്, ടൈം ലാപ്സ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ റീടച്ച് മല്ലു എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് സന്ദർശിച്ചു കൊള്ളുക. അതിൻ്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നുകൊണ്ടിരുന്ന ഫീഡ്ബാക്സ്, കമൻറ്റ്സ്, സജഷൻസ് അതെല്ലാം തന്നുകൊണ്ടേയിരിക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.